അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. അകത്ത് നല്ല രുചിയുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു സ്നാക്സ് ആണ്. ഈ ഒരു സ്നാക്സിന്റെ ഷേപ്പ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 2 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിൽ അളന്നെടുക്കുന്നതിന് പകരം സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 2 ഗ്ലാസ് മൈദ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് മാവ് കുഴച്ചിട്ടെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 3/4 കപ്പ് അടുത്ത് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴയ്ക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഇതിവിടെ നല്ല മയത്തിൽ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിവിടെ നിന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ സവാള അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള നമ്മൾ നല്ല പോലെ തന്നെ വഴറ്റിയിട്ടെടുക്കണേ. സവാളയാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുത്താലും മതി. 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പച്ചയായിട്ടല്ല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയതായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലാസ്റ്റ് സ്നാക്സ് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കില്ല, ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ഈ ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് കളറ് മാറി പോകുന്ന പോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ട, ആ ഉള്ളൊന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 മുട്ടയാണ്. പുഴുങ്ങിയെടുത്ത മുട്ടയാണിത്. ഇത് നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ടയും ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ മഞ്ഞക്കറി ഒരുപാട് ഉടയാതെ തന്നെ നമുക്ക് പതിയെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. മുട്ട അതിനകത്ത് കിടന്നൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവാണ്. ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ ചപ്പാത്തി പലകയിൽ ഇതുപോലെ കുറച്ച് മൈദ തൂക്കിയിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയിട്ടെടുക്കണം റൗണ്ടിൽ.
ഒരുപാട് നൈസായിട്ട് നമ്മൾ മാവ് പരത്തിയിട്ടെടുക്കരുത്. ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം. ചെറിയൊരു കട്ടി മതി കേട്ടോ, ഒരുപാട് കട്ടിയായി പോവരുത്. അപ്പോൾ മാവ് ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന ഈ മാവിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ആദ്യം മടക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരാം. ഫില്ലിങ് നമ്മൾ കറക്റ്റ് ആ ഒരു സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം, എങ്കിലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇത് മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. വിട്ട് വരാതിരിക്കാൻ ആ മുകൾ വശം ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി, നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ഈ ഒരു ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മാവും കൂടെ നമുക്കൊന്ന് പരത്തിയിട്ട് ആ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മാവെല്ലാം പരത്തി ഞാൻ അകത്ത് ആ ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ. കാരണം അകത്തെ ഒരു ഫില്ലിങ് വേകാനൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയാക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ആ മുകൾ വശവും. ഇനി ഇതുപോലെ ആ മുകൾ ഭാഗമാണെങ്കിലും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് കളർ മാറിപ്പോവാതെ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്നാക്സ് നിങ്ങൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അകത്ത് നല്ല രുചിയുള്ളൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്നാക്സ് ആണ്. ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.